2020 ഒരു ഇഞ്ചുറി കേസിൽ MACT കോടതി അനുവദിച്ച നഷ്ടപരിഹാരമാണ് സ്ക്രീനിൽ കാണുന്നത്. അപകട സമയത്ത് ഒരു വെൽഡർ ആയിരുന്നു എന്നാണ് പരാതിക്കാരൻ ക്ലെയിം ചെയ്തിരുന്നത്. മാസവരുമാനം 1 ലക്ഷം രൂപയും ക്ലെയിം ചെയ്തിരുന്നു. എന്നാൽ തെളിവുകളൊന്നും കോടതിയിൽ ഹാജരാക്കിയില്ല. അതുകൊണ്ട് കോടതി 12,500 രൂപ നോഷണൽ ഇൻകം കണക്കാക്കി. ഈ നോഷണൽ ഇൻകം കണക്കാക്കുന്ന വിധം ഞാൻ മുൻപ് ചെയ്ത വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ പരാതിക്കാരൻ 36% ഡിസബിലിറ്റി ഉള്ളതായി രേഖപ്പെടുത്തിയ ഒരു പ്രൈവറ്റ് ഡോക്ടറിന്റെ ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് ഹാജരാക്കി. കോടതി 25% ഡിസബിലിറ്റിയാണ് കണക്കിലെടുത്തത്. ഈ കേസിൽ പരാതിക്കാരന് സംഭവിച്ച ഇഞ്ചുറി ബ്ലണ്ട് അബ്ഡോമിനൽ ട്രോമ വിത്ത് ഗ്രേഡ് 4 ലിവർ ഇഞ്ചുറി, റൈറ്റ് സ്കാപ്പുലാർ ഫ്രാക്ചർ, ഫ്രണ്ടൽ ബോൺ ആൻഡ് മാക്സിലറി ഫ്രാക്ചർ, ലാസറേറ്റഡ് വൂണ്ട് ഫോർഹെഡ് എന്നിവയാണ്. അതായത് ബ്ലണ്ട് അബ്ഡോമിനൽ ട്രോമ വയറിനെ ഏൽക്കുന്ന ശക്തമായ ആഘാതത്തിലൂടെ വയറിനുള്ളിലെ അവയവങ്ങൾക്ക് പറ്റുന്ന പരിക്കാണ്. ഗ്രേഡ് 4 ലിവർ ഇഞ്ചുറി കരളിനുണ്ടായ ഗുരുതരമായ പരിക്ക്. റൈറ്റ് സ്കാപ്പുലാർ ഫ്രാക്ചർ വലതുഭാഗത്തെ തോളലിനുണ്ടായ ഒടിവ്. ഫ്രണ്ടൽ ബോൺ ഫ്രാക്ചർ നെറ്റിയുടെ ഭാഗത്ത് തലയോട്ടിയിലുണ്ടായ ഫ്രാക്ചർ. മാക്സിലറി ഫ്രാക്ചർ മേൽത്താടിയിലുണ്ടായ പൊട്ടൽ എന്നിവയാണ് ഈ കേസിലുണ്ടായ പരിക്കുകൾ. ഈ കേസിൽ കോടതി അനുവദിച്ച കോമ്പൻസേഷൻ എത്രയാണ് എന്ന് നോക്കാം. ലോസ് ഓഫ് ഏണിങ്സ് 10 ലക്ഷം രൂപ ക്ലെയിം ചെയ്തിട്ടുണ്ട്. 1,87,500 രൂപയാണ് കോടതി അനുവദിച്ചത്. അടുത്തത് ട്രാൻസ്പോർട്ട് ഹോസ്പിറ്റൽ 1 ലക്ഷം രൂപ ക്ലെയിം ചെയ്തു. 7,500 രൂപ കോടതി അനുവദിച്ചു. അടുത്തത് എക്സ്ട്രാ നരിഷ്മെന്റ് 1 ലക്ഷം രൂപ ക്ലെയിം ചെയ്തു. 23,000 രൂപ കോടതി അനുവദിച്ചു. അടുത്തത് പേയ്മെന്റ് ബൈസ്റ്റാൻഡർ 5 ലക്ഷം രൂപ ക്ലെയിം ചെയ്തു. 23,000 രൂപ കോടതി അനുവദിച്ചു. അടുത്തത് ഡാമേജ് ടു ക്ലോത്തിങ് 1 ലക്ഷം രൂപ ക്ലെയിം ചെയ്തു. 2,000 രൂപ കോടതി അനുവദിച്ചു. അടുത്തത് മെഡിക്കൽ എക്സ്പെൻസസ് 5 ലക്ഷം രൂപ ക്ലെയിം ചെയ്തു. ആക്ച്വൽ മെഡിക്കൽ ബിൽസ് ആയ 2,80,368 രൂപ കോടതി അനുവദിച്ചു. അടുത്തത് പെയിൻ ആൻഡ് സഫറിങ്സ് 10 ലക്ഷം രൂപ ക്ലെയിം ചെയ്തു. 2 ലക്ഷം രൂപ കോടതി അനുവദിച്ചു. ലോസ് ഓഫ് അമ്യൂണിറ്റീസ് 10 ലക്ഷം രൂപ ക്ലെയിം ചെയ്തു. 1,75,000 രൂപ കോടതി അനുവദിച്ചു. ലോസ് ഓഫ് ഏണിംഗ് പവർ 5 ലക്ഷം രൂപയാണ് ക്ലെയിം ചെയ്തത്, പക്ഷെ കോടതി ഒന്നും അനുവദിച്ചില്ല. ഡിസ്ഫിഗറേഷൻ 3 ലക്ഷം രൂപ ക്ലെയിം ചെയ്തു. ഈ ഹെഡിലും കോടതി ഒന്നും അനുവദിച്ചിട്ടില്ല. ഡിസബിലിറ്റി 10 ലക്ഷം രൂപയാണ് ക്ലെയിം ചെയ്തത്. കോടതി 6 ലക്ഷം രൂപ അനുവദിച്ചു. ഫ്യൂച്ചർ പ്രോസ്പെക്ടസ് 5 ലക്ഷം രൂപ ക്ലെയിം ചെയ്തിട്ടുണ്ട്, പക്ഷെ കോടതി ഒന്നും അനുവദിച്ചില്ല. അങ്ങനെ ആകെ 30 ലക്ഷം രൂപയാണ് ഈ കേസിൽ ക്ലെയിം ചെയ്തിരിക്കുന്നത്. കോടതി അനുവദിച്ചത് 14,98,368 രൂപയും ഇൻട്രസ്റ്റും കോസ്റ്റുമാണ്. ഓർക്കുക, ഡിസബിലിറ്റി പെർസെൻറ്റേജും ഇൻകവും വ്യത്യാസപ്പെടുന്നതിനനുസരിച്ച് ഈ അവാർഡ് എമൗണ്ടിലും വ്യത്യാസം വരുന്നതായിരിക്കും. താങ്ക് യു.